ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബാബേൽ പ്രവാസത്തിന് മുമ്പുള്ള ബാബേൽ പ്രവാസ കാലത്തും അതിന് മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാബേൽ പ്രവാസത്തിന് ശേഷം BC 536 മടങ്ങി വന്നതിന് ശേഷമുള്ള പ്രവാചകന്മാർ 3 പേരാണ് പ്രധാനമായിട്ട്. ഹഗ്ഗായി, സക്കര്യാവ്, മലാക്കി. ഇവരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹഗ്ഗായി, ആദ്യത്തെ പ്രവാചകനാണ് ഹഗ്ഗായി. ഹഗ്ഗായി എന്ന വാക്കിന്റെ അർത്ഥം ഉത്സവം അല്ലെങ്കിൽ സന്തോഷം എന്നാണ് ഹഗ്ഗായി എന്ന വാക്കിന്റെ അർത്ഥം. നമുക്കറിയാം BC 536 ബാബേൽ സാമ്രാജ്യം അസ്തമിച്ചു. ബാബേൽ സാമ്രാജ്യം അസ്തമിച്ച് അടുത്ത സാമ്രാജ്യമായ മേദ്യ പാർസ്യ സാമ്രാജ്യം നിലവിൽ വന്നു. മേദ്യ പാർസ്യ സാമ്രാജ്യത്തിലെ ആദ്യത്തെ രാജാവായ കോരസ് രാജാവ്, പാർസി രാജാവായ കോരസ് ഇസ്രായേൽ മക്കളോട്, യഹൂദന്മാരോട് മടങ്ങി ഇസ്രായേലിലേക്ക് തന്നെ, യെരൂശലേമിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ യെരൂശലേമിലേക്ക് ഒരു കൂട്ടം യഹൂദന്മാർ മടങ്ങി വരുന്നു. സെരുബാബേലിന്റെയും യോശുവയുടെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം യഹൂദന്മാർ എന്ത് ചെയ്യുന്നു? യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങി വന്നിട്ട് BC 536 തന്നെ അവരൊരു യാഗപീഠം പണിതിട്ട് ആരാധന ആരംഭിച്ചു. നമുക്കറിയാം യെരൂശലേം ബാബേൽ ആക്രമണത്തോടെ യെരൂശലേം മുഴുവൻ തകർക്കപ്പെട്ടു. ദേവാലയം വഴി ഇടിച്ചു നിരത്തിയിട്ട് ആനയെ കൊണ്ട് ഒഴുകിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ മതിലും എല്ലാം തകർക്കപ്പെട്ടു. എല്ലാം തകർക്കപ്പെട്ട അവസ്ഥയിലാണ് ഇവര് യെരൂശലേമിൽ നിന്ന് യഹൂദന്മാരെല്ലാം ഓടിച്ചു വിട്ടു. ആ അവസ്ഥയിലാണ് യെരൂശലേം ഉണ്ടായിരുന്നത്. അപ്പോൾ 70 വർഷത്തിന് ശേഷം ഇവർ തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? ഒന്നുമില്ലായിരുന്നു, എല്ലാം തകർക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. BC 536 സെരുബാബേലിന്റെയും യോശുവയുടെ നേതൃത്വത്തിൽ ദൈവത്തെ ഒരു യാഗപീഠമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ആരാധന പ്രസ്താവിച്ചു. BC 535 ഒരു വർഷത്തിന് ശേഷം 535 ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു. യഹൂദന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ ഒരു ദേവാലയം. BC 501 വർഷത്തിന് ശേഷം ദേവാലയം പണി ആരംഭിച്ചു. എന്നാൽ യഹൂദ ഈ സമയത്ത് യെരൂശലേമിൽ കുടിയേറി പാർത്തിരുന്ന അന്യജാതിക്കാർ, മറ്റു ജാതിക്കാർ രാജാവിനെ സ്വാധീനിച്ചു. പാർസി രാജാവിനെ സ്വാധീനിച്ചിട്ട് ദേവാലയത്തിന്റെ പണി നിർത്തിവെച്ചു. അങ്ങനെ BC 535 മുതൽ BC 520 വരെ, BC 535 520 വരെ പണി മുടങ്ങി. പെട്ടെന്ന് പണി തുടങ്ങി. BC 536 തന്നെ 535 തന്നെ പണി തുടങ്ങി, ആരാധന ഒക്കെ തുടങ്ങി. പക്ഷെ 15 വർഷം ഈ പണി മുടങ്ങി കിടക്കേണ്ടതായിട്ട് വന്നു. ഈ സമയത്ത് ഇസ്രായേൽ ജനവും എന്ത് ചെയ്തു? പണി മുടങ്ങിയപ്പോൾ ഇസ്രായേൽ ജനവും അവർക്ക് എന്ത് ചെയ്തു? ദേവാലയം പണിയൊന്നും താല്പര്യമില്ലാതെ അവരവരുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ അലസതയിലായിരുന്നു. ഈ കാലഘട്ടത്തിലെ ജനത്തെ തങ്ങളുടെ അലസതയിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാകുള്ള പ്രവാചകന്മാരായിരുന്നു ഹഗ്ഗായി, സക്കര്യാവ്. ഹഗ്ഗായി വൃദ്ധനായിരുന്നു, സക്കര്യാവ് യുവാവായിരുന്നു. ഇരുവരും സെരുബാബേലിന്റെ നേതൃത്വത്തിൽ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ദേവാലയം പണി മുടങ്ങി കിടന്ന സമയത്ത് ജനത്തെ തങ്ങളുടെ അലസതയിൽ ഉണർത്തിയിട്ട് പിന്നെയും ദേവാലയം പണിയാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത 2 പ്രവാചകന്മാരാണ് ഹഗ്ഗായും സക്കര്യാവും. ഹഗ്ഗായി വൃദ്ധനും സക്കര്യാവ് ചെറുപ്പക്കാരനുമായിരുന്നു. ഉള്ളടക്കം: ഹഗ്ഗായി പ്രവചനത്തിൽ 4 അരുളപ്പാടുകൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. 6-ാം മാസം 1-ാം തീയതി നിങ്ങളെ വഴികളെ വിചാരിപ്പീൻ. ഇസ്രായേൽ ദേവാലയം പണിയിൽ അലസനായി അവരുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ യത്നിക്കുന്നു. പക്ഷേ വരൾച്ചയും ക്ഷാമവും അസംതൃപ്തിയും മാത്രമാണ് അവർക്ക് അതിന്റെ ഫലമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പണി ഉടനെ ആരംഭിക്കണം. 1-ാമത്തെ ഒരു ആഹ്വാനമാണ് ഹഗ്ഗായിയുടെ. 2-ാമത്തെ ഒരു ആഹ്വാനമാണ് ധൈര്യപ്പെടുക. ദേവാലയ പണിയിൽ ഏർപ്പെടുന്നവരെയും ധൈര്യപ്പെട്ട് വേല ചെയ്യണം. കാരണം മശിഹയുടെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട്. അടുത്തൊരു ആഹ്വാനമാണ് അനുഗ്രഹിക്കും. ദേവാലയം പണിയിൽ എന്ത് ചെയ്താൽ, ദൈവത്തെ അനുസരിച്ച് ദേവാലയം പണിയിൽ ഏർപ്പെട്ടാൽ അനുസരിക്കും എന്നൊരു ആഹ്വാനം നൽകുന്നുണ്ട്. 4-ാമത്തെ ആഹ്വാനമാണ് മശിഹ രാജ്യത്വം പ്രാപിക്കും. ജാതികളുടെ സിംഹാസനങ്ങളെല്ലാം മറച്ചിടക്കപ്പെട്ടിട്ട് എല്ലാം മാറ്റിയിട്ട് മശിഹ ഈ ലോകത്തെ ഭരിക്കുമെന്ന് പറയുന്നു. അതൊരു പ്രവചനമാണ്, ഇനി നടക്കാൻ പോകുന്ന ഒരു പ്രവചനമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? പുതിയ നിയമവിശ്വാസികളായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ സഭയാകുന്ന ആലയത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മൾ അലസത കൂടാതെ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അതാണ് ഇതിൽ നിന്നുള്ള ഈ ഹഗ്ഗായി എന്നുള്ള പ്രവചനത്തിൽ നിന്നുള്ള നമ്മളുടെ സന്ദേശം. അടുത്ത പ്രവാചകനാണ് സക്കര്യാവ്.
സക്കരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ഓർക്കുന്നവൻ എന്നാണ് സക്കരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം. ഇദ്ദേഹവും ബാബേൽ പ്രവാസത്തിൽ നിന്ന് സെരുബാബേലിന്റെ കൂടെ മടങ്ങി വന്ന ഒരാളായിരുന്നു സക്കരിയാവ്. സക്കരിയാവ് യുവാവായിരുന്നു. ഇദ്ദേഹം ഇദ്ദോ പ്രവാചകന്റെ പുത്രനായ സക്കരിയാവിന്റെ മകനായിരുന്നു സക്കരിയാവ്. സക്കരിയാവ് ഒരു പ്രവാചക കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമായിരുന്നു സക്കരിയാവ്. പ്രവാസികളെ എന്ത് ചെയ്തു? പ്രവാസികളെ ദൈവം ഒരുക്കുകയും ചെയ്തു. സ്വദേശത്തേക്ക് മടങ്ങി വന്ന ശേഷിപ്പിന്റെ ദൈവം എന്ത് ചെയ്തു? ഓർക്കുകയും അവർക്ക് കുറെ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുമെന്നാണ് സക്കരിയ പ്രവാചകത്തിന്റെ ഒരു ഉള്ളടക്കം. യഹോവ, അതുകൊണ്ടാണ് യഹോവ ഓർക്കുന്നവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത്. യഹോവ ഓർത്തത് കൊണ്ടാണ് അവർക്ക് മടങ്ങി വരാൻ വേണ്ടി ഇടയായത്. പ്രത്യേകതകൾ: യെശയ്യാ പ്രവചനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മശീഹയെ കുറിച്ച് ധാരാളം പ്രവചന പ്രസ്ഥാനങ്ങൾ നടക്കുന്ന ഒരു പ്രവചനമാണ് സക്കരിയാവ്. മശീഹയെ കുറിച്ച് ധാരാളം പ്രസ്ഥാനങ്ങളുള്ള ഒരു പ്രവചനമാണ് സക്കരിയാവ്. യെശയ്യാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തത്, ഈ പുസ്തകത്തിൽ കുറെ ദർശനങ്ങൾ കാണുന്നുണ്ട്. ദർശനങ്ങൾ 9 ദർശനങ്ങൾ, സമ്പൂർണമായ 9 ദർശനങ്ങൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതാണ് ഈ 2 പ്രത്യേകതകളാണ് ഈ സക്കരിയാവിന്റെ പ്രത്യേകതകൾ. സക്കരിയാവിന്റെ പുസ്തകത്തെ 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ ദർശനങ്ങൾ, 9 ദർശനങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഉപവാസം സംബന്ധിച്ച ഉപദേശങ്ങൾ. 3 മശീഹയെ സംബന്ധിച്ച പ്രവചനങ്ങൾ. ഇങ്ങനെ 3ആയിട്ട് സക്കരിയാവിന്റെ പുസ്തകത്തെ തിരിക്കാം. ദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. ദർശനങ്ങൾ ഡീറ്റെയിൽഡ് പഠിക്കേണ്ട, ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോയാൽ മതി. ഒന്നാമത്തെ ദർശനം എന്ന് പറയുമ്പോൾ കൊഴുന്തുകളുടെ ഇടയിൽ ഒരു ചുവന്ന കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ദൈവദൂതൻ. ഇതെന്തിനെ കാണിക്കുന്നു? ബലഹീനരായ ഇസ്രായേൽ മക്കളുടെ മധ്യേ എന്ത് ചെയ്തു? ശക്തനായ ഒരു ഉദ്ധാരകനുണ്ട് എന്നാണ് കാണിക്കുന്നത് ദൈവദൂതൻ. രണ്ടാമതായിട്ട് 4 കൊമ്പുകളും അവയെ തകർക്കുന്ന 4 കൊല്ലന്മാരും. ഇതെന്തിനെ കാണിക്കുന്നു? ഇസ്രായേലിനെതിരെ വരുന്ന ആക്രമണത്തെ എന്ത് ചെയ്യുന്നു? 4 രാഷ്ട്രങ്ങളെ ദൈവം തകർക്കുന്നതിനെ കാണിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു പുരുഷൻ അളവ് നൂൽ പിടിച്ചിരിക്കുന്നു. വസ്തു അളക്കുന്ന പോലെ അളക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥലം അളക്കാൻ വേണ്ടിയിട്ട് അളവ് നൂൽ പിടിച്ചിരിക്കുന്നു. ഇതെന്തിനെ കാണിക്കുന്നു? യെരൂശലേം അളക്കാൻ തക്ക അതിന്റെ അളക്കുന്നതിന്റെ അപ്പുറത്ത് വിശാലത പ്രാപിക്കുന്നതിനെ കാണിക്കുന്നു. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ യോശുവ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. അപ്പോൾ സാത്താൻ അവനെ കുറ്റം വിധിക്കുന്നു. അപ്പോൾ യഹോവയുടെ ദൂതൻ എന്ത് പറയുന്നു? ദൈവം യോശുവയ്ക്ക് അനുകൂലമായിട്ട് പറയുന്നു. എന്നിട്ട് ദൈവം അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതെന്തിനെ കാണിക്കുന്നു? ദൈവം ജനത്തിന്റെ കുറവുകൾ പരിഹരിച്ച് അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നാലാമതായിട്ട് ഒരു ഒലിവ് വൃക്ഷവും ഒലിവ് തണ്ടിനെ കുറിച്ചും കാണുന്നു. ഒലിവ് വൃക്ഷത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒലിവ് എണ്ണയാൽ നിറഞ്ഞ 7 വിളക്കുകൾ നിറഞ്ഞ പ്രകാരം ദൈവജനം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പ്രകാശം പരത്തണം. അടുത്ത കാര്യമാണ് പാറിപ്പോകുന്ന ചുരുൾ. ദൈവിക കാര്യങ്ങൾ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം ചെയ്യുന്നവരുടെ പ്രയത്നങ്ങൾ ഒടുവിൽ നിഷ്ഫലമാകും. ആലയം പണിയുള്ള ബന്ധത്തിലാണ്. ആൾക്കാരെല്ലാം ഭയങ്കര ആലയം പണിയാതെ ഇങ്ങനെ അവരുടെ സുഖത്തിൽ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അവർ നല്ല സുഖമായിട്ട് തിന്നും കുടിച്ചും അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ജീവിക്കുന്നു. അത് എന്തിനാ പറയുന്ന കാര്യമാണ്? ദൈവിക കാര്യങ്ങൾ ഉപേക്ഷിച്ച് സ്വന്തം കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രയത്നമെല്ലാം വൃഥാവായി മാറും. പുറപ്പെടുന്ന ഏഫ. പ്രവാസത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, പ്രവാസത്തിൽ തിരിച്ചു വരുന്ന ആൾക്കാര് അവിശ്വസ്തരായിരുന്നാൽ അവരെന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടും. അതാണ് കാണിക്കുന്നത്. അടുത്തായിട്ട് 4 രഥങ്ങൾ. വടക്ക് ദേശത്തു നിന്നും ഇസ്രായേൽ ജനത്തിന്റെ ഇസ്രായേൽ ജനം നന്നാവാൻ വേണ്ടിയുള്ള ശിക്ഷകൾ വരും. അടുത്തായിട്ട് യോശുവയുടെ കിരീടാഭരണം. ഇതെന്തിനെ കാണിക്കുന്നു? ഈ ദൈവജനത്തിന് മഹത്തരമായൊരു ഭാവി ഉണ്ടെന്നതിനെ കാണിക്കുന്നു. അപ്പൊ 9 ദർശനങ്ങളാണ് ഈ പുസ്തകത്തിൽ, സക്കരിയാവിന്റെ പുസ്തകത്തിൽ ഒരു പ്രത്യേകത. അടുത്ത ഉപവാസം സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ. കേവലം ബാഹ്യ ചടങ്ങുകളായി മാത്രം ഇസ്രായേൽ ജനം ആചരിക്കുന്ന ഉപവാസങ്ങൾ എന്താണ്? വ്യർത്ഥമാണ്. അങ്ങനെ ബാഹ്യ ചടങ്ങുകളായി മാത്രം ഉപവസിക്കാൻ പാടില്ല. ആത്മാർത്ഥതയോടുകൂടി ഉപവസിക്കണം. ഇന്നും ഇത് പ്രസക്തമാണ്. മശീഹയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ. മശീഹയെ സംബന്ധിച്ച് വളരെയധികം പ്രവചനങ്ങൾ. പക്ഷേ ധാരാളം പ്രസ്താവനകൾ. യെശയ്യാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സക്കരിയാവ് എന്നുള്ള പുസ്തകത്തിലാണ് കാണുന്നത്. കുറേ പ്രവചനങ്ങൾ മശീഹയെ സംബന്ധിച്ച് കാണുന്നുണ്ട്. കുറേ പ്രവചനങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ദാസനായ മുള. യേശു കഴുതപ്പുറത്ത് യെരൂശലേമിലേക്ക് പോകുന്നത് സക്കരിയാവ് പ്രവചിച്ചിട്ടുണ്ട്. ഇതൊക്കെ അന്ന് നടക്കാത്ത കാര്യങ്ങളാണ്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ നടന്നു. നല്ല ഇടയൻ. യേശുവിനെ 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുക്കുന്ന പ്രവചിച്ചത് സക്കരിയാവാണ്. കുത്തിത്തുളയ്ക്കപ്പെടും. യേശുവിന്റെ കുരിശിലെന്ത് ചെയ്യും? യേശുവിന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെടും എന്ന് പ്രവചിച്ചത് സക്കരിയാവാണ്. ആലയം പണിയും സക്കരിയാവ് പ്രവചിച്ചു.
ഒലിവ് മലയിൽ പ്രത്യക്ഷനാകും യേശുക്രിസ്തു. ഇസ്രായേൽ യഥാസ്ഥാപനം നടക്കും. മശിക ലോകത്തിന് ഭരണം കൈയടക്കും. തുടങ്ങിയ കുറെ കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സക്കരിയാവ് പ്രൊഫസറായിട്ട് കാണുന്നു. അപ്പോൾ ഈ സക്കരിയാവിന്റെ മെസ്സേജ് എന്താണ്? സക്കരിയാവ് എന്ന പുസ്തകത്തിന്റെ മെസ്സേജ് എന്ന് പറയുമ്പോൾ വിപരീതമായ സാഹചര്യങ്ങളിൽ നാം തളർന്നു പോകാതെ വിശ്വസ്തതയായി ഭാഗ്യകരമായ പ്രത്യാശയുള്ളവരായി നമ്മൾ ജീവിക്കണം എന്നാണ് സക്കരിയ പുസ്തകത്തിന്റെ ഒരു മെസ്സേജ്. അതാണ് സക്കരിയാവ്. അടുത്ത പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത് മലാക്കി. മലാക്കി എന്ന വാക്കിനർത്ഥം എന്റെ ദൂതൻ എന്നാണ് മലാക്കി എന്ന വാക്കിനർത്ഥം. മലാക്കി പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ്. BC 400 എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 400 വർഷം എഴുതിയ ഒരു പുസ്തകമാണ് മലാക്കി. മലാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഗ്യാപ്പാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറെ ഗ്യാപ്പാണ് കാണുന്നത്. അതായത് ബാബൽ പ്രവാസത്തിൽ മടങ്ങി വന്ന ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധന എന്നൊക്കെ വിടുവിക്കപ്പെട്ടു. എങ്കിലും അവരിൽ വേറെ കുറെ തിന്മകൾ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾ മടങ്ങി വന്നു. വിഗ്രഹാരാധനയൊക്കെ അവരിന്നൊക്കെ അതൊന്നൊക്കെ മാറ്റി. വിഗ്രഹാരാധന മൂലമാണ് ഇവരുടെ രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷെ അവരിൽ വേറെ കുറെ തിന്മകൾ ഉണ്ടായിരുന്നു. ബാഹ്യമായ ആരാധനകളിൽ അവർ താല്പര്യം കാണിച്ചു. ദൈവത്തെ ആരാധിക്കാൻ അവർ താല്പര്യം കാണിച്ചു. പക്ഷെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തില്ല? ദൈവത്തോടുള്ള സ്നേഹമോ ഭയമോ ഇല്ലായിരുന്നു മനസ്സിന്റെ ഉള്ളിൽ. ശുശ്രൂഷകളും വഴിപാടൊക്കെ സ്വീകാര്യമല്ലായിരുന്നു. പുരോഹിതന്മാരും എന്ത് ചെയ്തു? ദൈവിക വഴി വിട്ടുമാറിയതായിട്ട് കാണാൻ വേണ്ടി പറ്റി. പലരും തങ്ങളുടെ ഉപദേശത്തിൽ അടർമാലാക്കി. ദശാംശവും വഴിപാടും ഒക്കെ ജനങ്ങൾ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചേയില്ല. അവിശ്വസ്തരായി മാറി. അങ്ങനെ വിഗ്രഹാരാധന വിടുവിക്കപ്പെട്ടു. ബാഹ്യമായ ആരാധനയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ആന്തരികമായ ഒരു ആരാധന, ആന്തരികമായിട്ടുള്ള ദൈവത്തോടുള്ള ബന്ധവും സ്നേഹവും ഭയവും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ സമയത്ത് ദൈവം അയച്ച പ്രവാചകനാണ് മലാക്കി. ഇവരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ദൈവ വചനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയച്ച ഒരു പ്രവാചകനാണ് മലാക്കി എന്ന് പറയുന്നത്. മലാക്കിയുടെ പുസ്തകത്തെ 3 തിരിക്കാം. 1 സ്നേഹത്തിന്റെ ദൂത്, 2 ശാസനയുടെ ദൂത്, 3 പ്രത്യാശയുടെ ദൂത്. ഇങ്ങനെ 3 തിരിക്കാം. മലാക്കി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മലാക്കി ആരംഭിക്കുന്നത് ശാസനയുടെ ദൂതും പറയുമ്പോൾ ജനത്തിന്റെയും പുരോഹിതന്മാരുടെയും പാപങ്ങൾ കാണിച്ചിട്ട് അവരെ ശാസിക്കുന്നു. 3-4 അധ്യായങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഇസ്രായേലിൽ നല്ലൊരു പ്രത്യാശ ഉണ്ടെന്നുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 പുസ്തകങ്ങൾ ഉള്ള കാര്യങ്ങൾ. ഇസ്രായേലിന്റെ യഥാസ്ഥാപനത്തെ സംബന്ധിച്ച് യെശയ്യാവ്, എസ്കേൽ, ഹഗ്ഗായി തുടങ്ങിയ ആൾക്കാരൊക്കെ പ്രവചിച്ചു. സക്കരിയാവ് ഒക്കെ പ്രവചിച്ചു. എന്ത് ചെയ്തു? പക്ഷെ എന്ത് ചെയ്തു? ഇത് കുറെ കാലമായിട്ട് എന്ത് ചെയ്ത നിവർത്തിക്കപ്പെടാത്തതുകൊണ്ട് ജനത്തിന് ഭയങ്കര നിരാശ തോന്നി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രവാചകന്മാരെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രവാചകനായ മലാക്കിയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് ഇവർക്കൊരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുന്നേൽപ്പിച്ചത്. അങ്ങനെ ഇവർക്ക് ഭയങ്കര നിരാശ തോന്നിയപ്പോൾ എന്ത് ചെയ്തു? മശിഹ കടന്നു വരും. ഒരു യേശുക്രിസ്തു, നിങ്ങൾക്കൊരു മശിഹ കടന്നു വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നു. മശിഹയ്ക്ക് മുന്നോടി യോഹന്നാൻ സ്ഥാപനം വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. അപ്പോൾ ഈ മലാക്കി എന്ന പുസ്തകത്തിന്റെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ കാത്തിരിക്കണം എന്നാണ് മലാക്കി എന്നുള്ള പുസ്തകത്തിന്റെ പേര്. മശിഹയുടെ വരവ്, സ്ഥാപക യോഹന്നാൻ, ദുഷ്ടന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം, ദുഷ്ടന്മാരുടെ ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മലാക്കി എന്നുള്ള പുസ്തകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശകൾ തോന്നും. കർത്താവ് എന്ത് ചെയ്യും? തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റും. ചിലർ താമസം എന്ന് വിചാരിക്കുന്നില്ല. കർത്താവ് വരാൻ എന്ത് ചെയ്യില്ല? കർത്താവ് തന്റെ വാഗ്ദത്തം നിറവേറ്റാൻ എന്ത് ചെയ്യില്ല? താമസിക്കുന്നില്ല. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നാണ് ഈ മലാക്കിയുടെ പുസ്തകത്തിൽ കാണിക്കുന്നത്. പ്രവാസത്തിന് ശേഷമുള്ള 3 പ്രവാചകന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. 1 ഹഗ്ഗായി, ഉത്സവം സന്തോഷം. 2 സക്കരിയാവ് യഹോവ ഓർക്കുന്നവൻ. 3 മലാക്കി എന്റെ ദൂതൻ. ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം അവര് ആലയം പണി, ആരാധന 536 തന്നെ ആരാധന തുടങ്ങി. ആലയം പണി 535 തന്നെ തുടങ്ങിയെങ്കിലും പിന്നീട് 15 വർഷം മറ്റു ജാതികളുടെ എതിർപ്പിനെ തുടർന്ന് പണി മുടങ്ങി കിടന്നു. ഈ സമയത്ത് ഇസ്രായേൽ മക്കൾ വളരെ സുഖലോലുപരായിട്ട് ആലയം പണിയെ കുറിച്ചൊന്നും ചിന്തിക്കാതെ വളരെ സുഖിച്ച് അവർ ജീവിക്കാൻ വേണ്ടി തുടങ്ങി. ഈ സമയത്ത് ദൈവം ഏർപ്പെടുത്തിയ 3 പ്രവാചകന്മാരാണ് ഹഗ്ഗായി, സക്കരിയാവ്, മലാക്കി എന്നീ 3 പ്രവാചകന്മാർ. ഈ സമയത്ത് ഇവർക്ക് നിങ്ങൾ ആലയം പണിയാൻ, നിങ്ങളുടെ ആലയം പണിയാതിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നത് എന്നുള്ള അങ്ങനത്തെ ഒരു ആഹ്വാനം ചെയ്തു 3 പ്രവാചകന്മാരാണ് ഇവർ 3 പേരും.
പ്രത്യേകതകളുണ്ട്. ഹഗ്ഗായി 4 അരുളപ്പാടുകൾ. നിങ്ങളെ വഴികളെ വിചാരിപ്പി, ധൈര്യപ്പെടുക, അനുഗ്രഹിക്കുക, മഷിക രാജ്യം പ്രാപിക്കും. സെക്കരിയാവ് വാക്കിന്റെ അർത്ഥം യഹോവ ഓർക്കുന്നവൻ. പ്രത്യേകതകൾ മഷികയെ കുറിച്ച് ധാരാളം പറയുന്നു, ഇത് കാണാതെ പഠിക്കണം. പിന്നെ സെക്കരിയാവിൽ വളരെ ദർശനങ്ങളുണ്ട്, 9 ദർശനങ്ങളുണ്ട് സെക്കരിയാവിൽ കാണുന്നത്. സെക്കരിയാവിനെ 3 തിരിക്കാം. ദർശനങ്ങൾ, ഉപവാസം സംബന്ധിച്ച ഉപദേശങ്ങൾ, മഷികയെ സംബന്ധിച്ച പ്രവചനങ്ങൾ ആണ് സെക്കരിയാവ്. അടുത്ത പുസ്തകമാണ് മലാക്കി. ബൈബിളിലെ പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ മലാക്കി. മലാക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നാണ് മലാക്കിന്റെ വാക്കിന്റെ അർത്ഥം. മലാക്കിയുടെ പ്രവചനം പറയുന്നത് ദൈവത്തിങ്കലേക്ക്, ദൈവഭവനത്തിലേക്ക്, ദൈവവചനത്തിലേക്ക്, ദൈവവേലയിലേക്ക്, ദൈവകൃപയിലേക്ക് മടങ്ങി വരണം എന്നാണ് മലാക്കി പറയുന്നത്. പുസ്തകത്തെ 3 തിരിക്കാം. സ്നേഹത്തിന്റെ ദൂത്, ശാസനയുടെ ദൂത്, പ്രത്യാശയുടെ ദൂത്. അതാണ് ഈ പുസ്തകങ്ങൾ കാണുന്നത്. അടുത്തൊരു പാഠവുമായിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.